ഇതാ ഞാൻ കണ്ടത്. ആദ്യം വിചാരിച്ച് പുതിയതാണ്. ഇത് പുതിയ ഷർട്ട് തന്നെയാണോ അല്ലെങ്കിൽ ഇത് ഏകദേശം 1.5 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് യൂസ് ഈ ഒരു ഷൂ കണ്ടില്ലേ? ഇത് ഒരിക്കലും നമ്മളൊരു പഴയതാണെന്ന് പറയുകയും 1 kg നിങ്ങൾ ഏകദേശം 90 റുപ്പീസ് പറയുന്നത്. 120 റുപ്പീസ് 120 റുപ്പീസ്. അപ്പൊ നമുക്കൊരു 4-5 ഷർട്ട് ഉണ്ടാവില്ല. 5 ഷർട്ട്. അപ്പൊ ഒരു ഷർട്ടിന് ഏറി വന്നാൽ ഒരു 18-19 രൂപയ്ക്ക് വരുള്ളൂ. മാക്സിമം അത്രേ വരുള്ളൂ. ആ 19 രൂപ കൊണ്ട് നമുക്കൊരു ഷർട്ട് ഇതേപോലെ പാക്ക് ചെയ്ത് തരും. പഴയ ഷർട്ട് പുതിയ ഷർട്ട് ഇങ്ങനെ കൊല്ലം ഇതിൽ ത്രൂ മോട്ടർ പമ്പ് ഉള്ളിൽ പോയി ഇത് കയറിയിട്ട് സ്റ്റീമായി ജനറേറ്റ് സ്റ്റീമാവും. ഈ കൺട്രോൾ സ്വിച്ച് അതിലുണ്ട്. ഇതിലെ പോയി അയൺ ബോക്സ് ഒന്ന് പ്രസ് ചെയ്യുന്ന കാണിച്ചു തരോ? സ്റ്റീം നിൽക്കാതെ ഒരു വി ഹാവ് 1 മോർ മോഡൽ കൂടി ഉണ്ട്. ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് മോഡൽ. അതിൽ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ബി ഫ്രാഞ്ചൈസി ഓണർ നിങ്ങളാണ്, ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളാണ്. ബട്ട് ഫ്രം ദ ഡേ 1 കമ്പനി വിൽ ബി ഓപ്പറേറ്റിംഗ് എല്ലാ പ്രൊസീജിയറും ഫ്രം A to Z കമ്പനി. എല്ലാവർക്കും നമസ്കാരം. സാലമാണ് ഫ്രണ്ട്സ്. ഞാൻ വന്നിരിക്കുന്നത് തലശ്ശേരി കൂത്തുപറമ്പുള്ള ഫാബ്രിക്കോ ലൈവ് ഡ്രൈ ക്ലീനിങ് സ്റ്റുഡിയോയിലാണ്. ഇവിടെ വരാനൊരു കാരണമുണ്ട് ഫ്രണ്ട്സ്. എൻ്റെ കയ്യിൽ കണ്ടില്ലേ ഈ ഒരു ഷൂ കണ്ടില്ലേ? ഈ ഷൂ ഏകദേശം 2 വർഷം പഴക്കമുണ്ട്. യൂസ് ചെയ്ത ഷൂ ആണ്. ഇത് കണ്ടില്ലേ? പുത്തും പുതിയതുപോലെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഷർട്ട് കണ്ടില്ലേ? ഈ ഒരു ഷർട്ട് പുതിയ ഷർട്ടാണ്, യൂസ് ചെയ്ത ഷർട്ടാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാവും. ഇത് നമുക്ക് പുത്തം പുതിയതാക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം ചേട്ടാ. എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഇന്നാണ് കേട്ടോ ഈ ഫാബ്രിക്കോ ലൈവ് ഡ്രൈ ക്ലീനിങ് സ്റ്റുഡിയോന്റെ ഉദ്ഘാടനം കൂത്തുപറമ്പ് ബ്രാഞ്ച് ഓപ്പണിംഗ് ആണ്. അതെ. അപ്പം വന്നപ്പം തന്നെ ഇതാ ഞാൻ കണ്ടത്. ആദ്യം വിചാരിച്ച് പുതിയതാണ്. ഇത് പുതിയ ഷർട്ട് തന്നെയാണോ അല്ലെങ്കിൽ ഇത് ഏകദേശം 1.5 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് യൂസ് ചെയ്ത ഷർട്ട്സ് ആണ്. അതേമാതിരി ഇതും ഏകദേശം ഒരു 2 years ഓൾഡ്. ഈ ഒരു ഷൂ കണ്ടില്ലേ? ഇത് ഒരിക്കലും നമ്മളൊരു പഴയതാണെന്ന് പറയുകയല്ല. നമുക്ക് അവിടെ പീസസ് കാണാം, ഒരുപാടുണ്ടല്ലോ. ജസ്റ്റ് കാണാം നമുക്ക്. ഇതും പഴയതാണ്. എല്ലാം പഴയ ഷർട്ട്സ്, യൂസ് ചെയ്ത ഷർട്ട്സ് ആണ്. ഇത് കണ്ടില്ലേ? ജീൻസും ഉണ്ട്. എന്റെ പൊന്നോ, ജീൻസ് ഒക്കെ നോക്ക്. ഇത് യൂസ് ചെയ്ത ചേട്ടാ? എല്ലാം യൂസ് ചെയ്ത ഷർട്ട്സ് ആണല്ലേ? ജീൻസ് ആണ്. ഓക്കെ. നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കുന്നത് ഇങ്ങനെയാ കൊടുക്കുക അല്ലേ? നിങ്ങളെ ബ്രാൻഡോട് കൊടുക്കുക. നമ്മളെ ബ്രാൻഡ്സ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാടുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ നല്ല നല്ല ഷർട്ടുകൾ ഉണ്ട്. ഫുള്ള് ഒരു പഴഞ്ചനായി കിടക്കുന്നത്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഈ ക്വാളിറ്റിയിൽ നമുക്ക് കൊണ്ടുതരാൻ പറ്റും. ഈ ക്വാളിറ്റിയിൽ ചെയ്താൽ പറ്റില്ല. ഏകദേശം അതിന്റെ ചാർജ് ഒക്കെ ഒന്ന് പറഞ്ഞുതരോ? ഡ്രൈ ക്ലീനിങ് വാഷ് ആൻഡ് അയൺ ഉണ്ട്. വാഷ് ആൻഡ് അയൺ ആണെങ്കിൽ അറൌണ്ട് 120 റുപ്പീസ് per kg. ഒരു കിലോന് 4 ഷർട്ട്സ് മിനിമം വരും. അപ്പോൾ അറൌണ്ട് 40 റുപ്പീസ് 35 to 40 റുപ്പീസ് നമുക്ക് ഒരു ഷർട്ട് അയൺ ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് ഇങ്ങനെ കിട്ടും. ആദ്യം വാഷ് ചെയ്യും, പിന്നെ ഡ്രൈയും ചെയ്യും, പിന്നെ അയണിങ് സ്റ്റീം അയണിങ് ആണ്. നോർമൽ അയണിങ് അല്ല, നമ്മൾ സ്റ്റീം അയൺ ചെയ്യാം. സോ ആ സ്റ്റീം അയണിങ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ തുണി ഷൈനിങ് മാർക്ക് വരില്ല, തുണീൻ്റെ പഫ്നെസ് നല്ലത് വരും. ആൻഡ് ലൈഫ് ഓഫ് ദ ഗാർമെന്റ്സ് വിൽ ഇൻക്രീസ്. ആണല്ലേ? നമ്മൾ ഹോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് പാൻ്റ് എല്ലാം ചെയ്യുമ്പോൾ നമുക്കിവിടെ ഷൈനിങ് മാർക്ക് വരില്ല വീട്ടിൽ നിന്ന്. പക്ഷെ ഇതിലത് വരില്ല. അപ്പോൾ ഒരു 1 kg നിങ്ങൾ ഏകദേശം 120 റുപ്പീസ്. അപ്പോൾ നമുക്കൊരു 4-5 ഷർട്ട് ഉണ്ടാവില്ല. 5 ഷർട്ട്. അപ്പോൾ ഒരു ഷർട്ടിന് ഏറി വന്നാൽ ഒരു 18-19 രൂപയ്ക്ക് വരുള്ളൂ. മാക്സിമം അത്രേ വരുള്ളൂ. ആ 19 രൂപ കൊണ്ട് നമുക്കൊരു ഷർട്ട് ഇതേപോലെ പാക്ക് ചെയ്ത് തരും. പഴയ ഷർട്ട് പുതിയ ഷർട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് തരും. ഇത് ആക്ച്വലി ഡ്രൈ ക്ലീനിങ് പീസാണ്. ആണല്ലേ? ഡ്രൈ ക്ലീനിങ് ആണ് നമ്മൾ ബ്രാൻഡ് ആയിട്ട് തരിക. ഓക്കെ. 80 റുപ്പീസ് per piece, സ്റ്റാർട്ടിങ് ഫ്രം 80. നമ്മൾ നോർമൽ വാഷിംഗ് ആണെങ്കിൽ 120 റുപ്പീസ് per kg ആണ്. അത്രയും അല്ലേ? ഓക്കെ. അതുപോലെ എന്തൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്? നമ്മൾ വാഷ് ആൻഡ് അയൺ ചെയ്തിട്ടുണ്ട്, ഡ്രൈ ക്ലീനിങ് ചെയ്തിട്ടുണ്ട്, ഷൂ ലോണ്ടറി, കാർപ്പറ്റ് ലോണ്ടറി, പിന്നെ ടോയ്സ് ഒക്കെ ചെയ്യും. എനിത്തിങ് വിച്ച് ക്യാൻ ബി വാഷ്. നമ്മൾ ഈ ഇൻഹൗസ് ആണ് വാഷ് ചെയ്യുന്നത്. ബാക്കിയുള്ള ലോണ്ടറി മതി നമ്മൾ ഇവിടുന്ന് ബില്ലിട്ടിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യുന്നില്ല. എല്ലാം ഇൻഹൗസ്. ഇതാണ് നിങ്ങളെ മെഷീനറീസ്? ഇതാണ് നമ്മൾ. ഇതെങ്ങനെ ഫസ്റ്റ് പ്രോസസ് ഒന്ന് കാണിച്ചു തരും? എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ആക്ച്വലായിട്ട് നിങ്ങൾ ഒരു കസ്റ്റമറായിട്ട് വരുമ്പോൾ നമ്മൾ ബില്ലിടും. ബില്ലിടുമ്പോൾ ഈച്ച് ആൻഡ് കസ്റ്റമർ വിൽ ഹാവ് എ സെപ്പറേറ്റ് ഐഡന്റിറ്റി മാർക്ക് ഉണ്ടാവും, ഒരു ഓർഡർ നമ്പർ ഉണ്ടാവും. ബേസ്ഡ് ഓൺ എ ഫോൺ വിത്ത് ഫോൺ നമ്പറാണ് നമ്മൾ ചെയ്യുക. ഓക്കെ. പേര് നിങ്ങൾ എന്തായാലും ആയിക്കോട്ടെ, പക്ഷേ ഇൻഡിവിജ്വൽ ഫോൺ നമ്പേഴ്സ് ഉണ്ടാവും. ഫോൺ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു കസ്റ്റമർ ഐ ഡിന് ചെയ്യുക. കസ്റ്റമർ ഐ ഡി ഉണ്ടാവും. കസ്റ്റമർ ഐ ഡി വരും. അത് സിസ്റ്റത്തിൽ നമ്മൾ ക്രിയേറ്റ് ആവും. ഓക്കെ. എന്നിട്ട് ടാഗ് ചെയ്യും. ഓക്കെ. ടാഗ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഷർട്ട് വാങ്ങുമ്പോൾ ഒരു ടാഗ് ഉണ്ടാവില്ലേ, ഒരു പ്ലാസ്റ്റിക് ടാഗ് അടിച്ചിട്ട് അത് വെച്ചിട്ട് ടാഗ് ചെയ്യും. അതിൽ കസ്റ്റമർ ഐ ഡി ഉണ്ടാവും, എന്താ സർവീസ് ഉണ്ടാവും, വാഷ് എത്ര പീസ് നിങ്ങൾ സപ്പോസ് നിങ്ങൾ ഒരു ഓർഡറിൽ 10 പീസാണെങ്കിൽ ടോട്ടൽ പീസ് 10 ഉണ്ടാവും. അതിൽ ഏത് പീസാണ്, ഷർട്ടാണോ ബ്ലാങ്കറ്റാണോ വൈറ്റ് ഷർട്ടാണോ എല്ലാം അതിലുണ്ടാവും. അത് ടാഗ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ആവില്ല, മിസ്സിങ് ആവില്ല. നമ്മളിപ്പോൾ ലോട്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളെ ഷർട്ട് ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിന് ടാഗിങ് ഫെസിലിറ്റീസ് ടാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിൽ ഗോ ഫോർ സോർട്ടിങ്. ഓക്കെ.
വൈറ്റ് കളർ ബേസ്ഡ് ബ്ലാക്ക് കളേഴ്സ് Okay, okay. എല്ലാം സോർട്ട് ചെയ്യും കളർ വൈസ് ഇറ്റ് വിൽ ബി സോർട്ടഡ് ഔട്ട്. എന്തിനാ കളർ വൈസ് സോർട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ചില ജീൻസോ അല്ലെങ്കിൽ ലേഡീസ് ടോപ്പ് ആണെങ്കിൽ കളർ ബ്ലീഡ് ആവും. ഓക്കെ, അത് നമ്മൾ മാനുവലി ചെക്ക് ചെയ്യും. കളർ ബ്ലീഡ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്യും, വാഷിംഗ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ മെഷീനിൽ ഇടുക. ഇതാണ് നമ്മൾ വെറ്റ് ക്ലീനിങ് മെഷീൻ എന്ന് പറയാം. എന്താ പറയാ? വെറ്റ് ക്ലീനിങ് മെഷീൻ. ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ഇതിൽ. നോർമൽ വാഷ്, സിന്തറ്റിക് വാഷ്, ഡെലിക്കേറ്റ്, കളർ, വൈറ്റ് ഗാർമെൻറ്റ്സിൽ നമ്മൾ ഹോട്ട് വാട്ടർ കൊടുക്കും. നമ്മൾ അതിന് മാത്രം ഹോട്ട് വാട്ടർ കൊടുക്കുള്ളൂ. പിന്നെ മിക്സ്ഡ് നമ്മൾ ലൈറ്റ് കളേഴ്സ് മിക്സ് ചെയ്തൊക്കെ ചെയ്യുന്ന ഉലൻ ഗാർമെൻറ്റ്സ്. ഡെലിക്കേറ്റ് ലേഡീസ് ഐറ്റംസ് എല്ലാം ഡെലിക്കേറ്റ് ഐറ്റംസ്, സാരീസ്, ടോപ്സ് എല്ലാം. ഓക്കെ. പിന്നെ ബെഡിങ്, നമ്മളെ ബെഡ് റോബ് വരുന്നത്, അങ്ങനെ ബ്ലാങ്കറ്റ്സ്, ബെഡ് റോബ്സ് അത്. പിന്നെ ചില വൈറ്റ് ടവൽസ് എല്ലാം വരും. അത് ഹോട്ട് വാഷിൽ ചെയ്യാം. കോട്ടൺ എല്ലാം ഹോട്ട് വാഷിൽ ചെയ്യാം. ഓക്കെ. അത് ഓരോ ഡിഫറെൻ്റ് അല്ലേ? ഡിഫറെൻറ്റ് ഐറ്റംസ്. നമുക്ക് ടെമ്പറേച്ചർ ഇതിൽ നമുക്ക് കൂട്ടാൻ പറ്റും, കുറക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് കേട് വരില്ല, ക്ലോത്ത് കേട് വരില്ല. ആ കറക്റ്റ്. അതേമാതിരി വൈറ്റ് കളർ നമുക്ക് ബ്രൈറ്റ്നസ് നല്ലോണം കിട്ടും. ഹോട്ട് വാട്ടർ വാഷ് ചെയ്ത് ഹോട്ട് വാട്ടറിൽ ചെയ്തല്ലേ? പിന്നെ അടുത്തത് ഇത് തന്നെ ഇത് മെഷീനാണ്. ഇത് തന്നെയല്ലേ? ഇതിൻ്റെ അതേ സെയിം പ്രൊസീജിയറാണ്. സെയിം തന്നെ അല്ലേ? സെയിം ആണ്. ഓക്കെ. ഡിഫറെൻറ്റ് കപ്പാസിറ്റീസ് ആണ്. പിന്നെ ഡ്രയറാണ് വരുന്നത്. ഇത് ഗ്യാസ് ഓപ്പറേറ്റഡ് ഡ്രയർ. ഈ റണ്ണിങ്ങിന് മാത്രം ഇലക്ട്രിക്കൽ. ഓക്കെ. ചൂട് വരുന്നതെല്ലാം ഗ്യാസിലാണ്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. പെട്ടെന്ന് ഡ്രൈ ആകും. നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രയർ ഒരു ലോഡ് 1 hour ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 30 minutes കൊണ്ട് നമുക്ക് ഡ്രൈ കിട്ടും. ഓക്കെ. അത് നമ്മൾ ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സും കൊടുക്കും. ഓക്കെ. ഹൈ ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ? ഈ ടവൽസ് എല്ലാം വരുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ കൊടുക്കാം. മീഡിയം ടെമ്പറേച്ചർ, ലോ. പിന്നെ ഡെലിക്കേറ്റ് ലേഡീസ് ഐറ്റമിൽ വരുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് ഡെലിക്കേറ്റിൽ കൊടുക്കുക. നോ ഹീറ്റ്. വെറുതെ നമ്മൾ ഇത് ലേഡീസ് ഐറ്റംസെല്ലാം നമുക്ക് അത് കൊടുത്താൽ ചിലപ്പോൾ ഓവർ ഹീറ്റിൽ മെൽറ്റായി പോകും, പൊടി ഒട്ടിക്കും. അത് ലോ ഹീറ്റിൽ ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ. ഓക്കെ. ഇത് നമ്മൾ അതിൻ്റെ ചെറിയ കപ്പാസിറ്റിയാണ്. ചെറിയ മെഷീൻ. സെയിം സാധനം. ഡ്രയർ തന്നെ. ഇത് വാഷർ. ഓക്കെ. ഇത് ഗ്യാസ് ഓപ്പറേറ്റഡ് ചെറിയത്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഷൂസ് ബാഗ് ഒക്കെ എവിടെ അത് മെഷീനിൽ ചെയ്യാം. അതുണ്ട്. സെയിം ഐറ്റംസ്. അതിന് ഷൂ ക്ലീനിങ് ആൻഡ് സ്പോട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെഷീൻ വരുന്നുണ്ട്. മെഷീൻ അതിൽ നമ്മൾ വിത്ത് സ്റ്റീമാണ് ഷൂ വാഷ് ചെയ്യുക. ഓക്കെ. സോ ആ നമ്മളെ ഈ വേർപ്പിൻ്റെ സ്മെല്ലെല്ലാം വരുന്നില്ല, അതെല്ലാം നമ്മൾ സ്റ്റീം കൊടുക്കുമ്പോൾ ആ സ്മെൽ ഇറ്റ് വിൽ ബി ഗോൺ. അതുപോലെ തന്നെ നമ്മളെ സർവീസ് ഈ ഒരു ചുറ്റളവിൽ എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരാറുണ്ട്? സർവീസ് നമ്മളൊരു 5 kilometer റേഡിയസിൽ ആണോ 8 kilometers വീട്ടിൽ വന്ന് പിക്ക് ചെയ്യും ആണോ? അതിന് എന്തെങ്കിലും സ്പെഷ്യൽ ആപ്പ് നമുക്ക് ആക്ച്വലി ഫാബ്രിക്കോ എന്ന് പറഞ്ഞാൽ ടെക് ഡ്രിവൺ കമ്പനിയാണ്. ഓക്കെ. എല്ലാം ടെക്നോളജി ബേസ്ഡ് കമ്പനിയാണ്. നമ്മൾ സപ്പോസ് നമ്മൾ പറഞ്ഞില്ല ടാഗ് അടിക്കുന്ന പറഞ്ഞില്ല, ആ ടാഗ് അടിക്കുന്ന മുതൽ ഡെലിവറി ചെയ്യുന്നവരെ ഇറ്റ്സ് എ ടെക് ഡ്രിവൺ കമ്പനി. ഫുൾ ഓൺലൈൻ ആണ്. ഓക്കെ. അത് നമ്മൾ സപ്പോസ് യു ആർ ആൻ ഫ്രാഞ്ചൈസി ഓണർ ഓഫ് ദിസ് കമ്പനിയാണ്, നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടും you can see the datas. Okay. അതേമാതിരി നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോ മാതിരി തന്നെ വി ഹാവ് ആൻ ആപ്പ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കസ്റ്റമറിൻ്റെ ഫാബ്രിക്കോൻ്റെ ആപ്പ് ഉണ്ട്. അതിൽ എല്ലാ റേറ്റ്സും ഉണ്ടാവും. ഓക്കെ. അത് റേറ്റ്സ് മാത്രമല്ല ഡിഫറെൻറ്റ് സ്ലോട്ട് ടൈമിങ്സ് ഉണ്ട്. ഇപ്പോൾ യു വാണ്ട് നിങ്ങൾക്ക് രാവിലെ 10 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ ആ സ്ലോട്ട് ടൈമിങ്സ് ഫിക്സ് ചെയ്താൽ ആ ടൈമിൽ നമ്മളെ പിക്കപ്പ് പോയി വന്നിട്ട് നിങ്ങളെ വീട്ടിൽ പിക്കപ്പ് ചെയ്യും. അതേമാതിരി ഡെലിവറി ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ യുവർ കൺവീനിയൻസ്. ഓക്കെ. മറ്റേമാതിരി ഒരു സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ സോഫ്റ്റ്വെയറിലാണ്. ടെക്നോളജി ബേസ്ഡ് ആണ്. ഓക്കെ. അത് എത്ര ബ്രാഞ്ച് ഉണ്ട് ടോട്ടൽ? സോ ഓൾ ഓവർ ഇന്ത്യ ആൾമോസ്റ്റ് 300+ ബ്രാഞ്ചസ് ഉണ്ട്. ഫാബ്രിക്കോ മാത്രം 300 ബ്രാഞ്ചുകൾ ഉണ്ട്. അത് മാത്രമല്ല നിങ്ങളിപ്പം ഫാബ്രിക്കോ ആപ്പ് സപ്പോസ് യു ആർ ട്രാവലിംഗ്, ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ചെന്നൈ പോവാനോ അല്ലെങ്കിൽ എറണാകുളം പോവാൻ, ദാറ്റ് ആപ്പ് വിൽ ഓട്ടോമാറ്റിക്കലി റീഡ് ദി നിയറസ്റ്റ് ലോണ്ട്രി. കിട്ടും. ഇപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ലോണ്ട്രി തപ്പന്നെ നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആപ്പ് എടുത്തിട്ട് ചെയ്താൽ നിയറസ്റ്റ് ലോണ്ട്രി ഫാബ്രിക് ഉണ്ടെങ്കിൽ വിൽ ഷോ യു സോ ദാറ്റ് യു കൻ ഗോ ദർ. മാക്സിമം അവിടെ പോയാലും നിങ്ങൾ യുണീക്ക് മൊബൈൽ നമ്പറാണ്. അവിടെ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യൊന്നും വേണ്ട. ഇഫ് യു ടെൽ ദ നമ്പർ ഓട്ടോമാറ്റിക്കലി അത് ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഇസ് ദി. ഓക്കെ. ഞാനൊരു ഇത് തരുവാണെങ്കിൽ എൻ്റെ കുറച്ച് എന്താ പറയുക വീട്ടിലുള്ള ക്ലോത്ത് ഒക്കെ തരുവാണെങ്കിൽ മാക്സിമം എത്ര സമയം കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടും? 48 hours ആണ് നമ്മൾ ഡെലിവറി പറയുന്നത്. 48 ഹവേഴ്സിനുള്ളിൽ 99.9% നമ്മൾ കൊടുക്കും. സം ഐറ്റംസ് ലൈക്ക് ട്രോളി ബാഗ്സ്, ഷൂസ്, അതും നമ്മൾ 48 hours കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് അത് 72 hours. 48 to 72 hours ആണ്. 100% നമ്മൾ 48 hours കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ. എനിക്ക് നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു ഇത് തുടങ്ങണമെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത്?
നമുക്ക് ഫാബ്രിക്കോൺ ഫ്രാഞ്ചൈസിന് ഒരു നമ്പർ നമ്മൾ താഴെ തരാം. കൊടുക്കുന്നുണ്ടോ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. സെയിം സാധനം നമ്മൾ നിങ്ങൾ സപ്പോസ് ഒരു ഏരിയ നിങ്ങൾ പറയാം, ഈ ഏരിയയിൽ എനിക്ക് ഫാബ്രിക്കോ ലോണ്ടറി ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡേറ്റാസ് ഉണ്ടാവും, ഓരോ ഏരിയയുടെ ഡേറ്റാസ് ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്, എത്ര ഹൗസ് ഹോൾഡ് ഫാമിലീസ് ഉണ്ട്, അത് നോക്കിയിട്ട് വിൽ പിച്ച് യു ദി കറക്റ്റ് മോഡൽ. നമുക്ക് 4-5 മോഡൽസ് ഉണ്ട്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ നമ്മൾ ആ ഏരിയ നിങ്ങൾക്ക് പറയും, ഈ ഏരിയയിൽ നമുക്ക് ഈ മോഡൽ കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽ പിച്ച് ദാറ്റ് മോഡൽ. ദെൻ ആഫ്റ്റർ യു ഞങ്ങൾ ഫ്രാഞ്ചൈസി എടുത്തതിന് ശേഷം ഫ്രം ദ പോയിന്റ് ഓഫ് ഹണ്ടിങ് യുവർ ലൊക്കേഷൻ. ബിക്കോസ് ഈ ഫാബ്രിക്കോ ലോണ്ടറി എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഹാവ് എ ഗുഡ് ലൊക്കേഷൻ. ആ ലൊക്കേഷൻ ഹണ്ട് മുതൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരെ നമ്മൾ ടീംസ് നിങ്ങളെ കൂടെ ഉണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ ഫാബ്രിക്കോൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാൻ പവർ സപ്ലൈ ഫോർ എ ലോണ്ടറി. സ്റ്റാഫിന് നമ്മൾ തരും. വി ഹാവ് അറൌണ്ട് 3 to 4 ട്രെയിനിങ് സെന്റേഴ്സ് ഓൾ ഓവർ ഇന്ത്യ. അവിടെ നമ്മൾ റോ മെറ്റീരിയൽ സ്റ്റാഫിനെ എടുത്ത് ട്രെയിൻ ചെയ്ത് തരും. അവർ 6 മാസം, 8 മാസം, 9 മാസം, 1 കൊല്ലം ട്രെയിൻ ചെയ്തിട്ട് വിൽ ഹാൻഡ് ഓവർ ടു യു. സോ ലോണ്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്നിക്കൽ സ്റ്റാഫ് ശരിയില്ലെങ്കിൽ നമുക്ക് ലോണ്ടറി നമുക്ക് ആ ക്വാളിറ്റി തരാൻ പറ്റില്ല. സോ ഓൾ ദി മാൻ പവർ നമ്മൾ ബേസ് തരും. അതേ മാത്രമല്ല, നമ്മൾ മാൻ പവർ കസ്റ്റമർ ഫ്രണ്ട് എൻഡിൽ ഇരിക്കുന്ന ആൾ, ബാക്കിൽ പാക്കിങ്, അത് ടോട്ടൽ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് നമുക്ക് തരിക. അതുപോലെ തന്നെ ഈ മെഷീനറീസ് ഒക്കെ നിങ്ങൾ സപ്ലൈ ചെയ്യും? എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യും. നമ്മൾ സപ്ലൈ ചെയ്ത് നമ്മൾ ഇപ്പോൾ നമ്മൾ സ്പോട്ട് ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് ആ ഏരിയയിൽ നമ്മൾ ഡയഗ്രാം 2D ഡയഗ്രാം പറഞ്ഞിട്ട് മിഷൻസ് എങ്ങനെയാണ് വെക്കേണ്ടത്, എത്ര മിഷൻസ് വേണം, നമ്മൾ ആ ഒരു മോഡൽ തരുന്നുണ്ട്. ആ മോഡൽ ഏരിച്ചിട്ട് നമുക്ക് മിഷൻസ് പ്ലേസ് ചെയ്യുക. നമ്മൾ ഡേ 1 മുതൽ നമ്മളെ പ്രോജക്റ്റ് മാനേജേഴ്സ് ഇൻഡിവിജ്വൽ കൂടെ ഉണ്ടാവും. ദേ വിൽ അവർ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പണി ചെയ്തിട്ട് അവർ അറ്റ് ലാസ്റ്റ് വിൽ ഹാൻഡ് ഓവർ ദ പ്ലാൻ ചെയ്യും. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഒരു പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങണമെങ്കിൽ ഏറ്റവും നല്ലൊരു ഐഡിയ ആട്ടത്. മെയിൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ജോലിക്ക് പോകുന്നവർക്ക് മെയ്ഡ് കിട്ടാൻ സാധ്യത. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഞാൻ വെള്ളിമാട് കുന്നു, അവിടെ നിന്ന് കോഴിക്കോടൊക്കെ കുറച്ച് 7 കിലോമീറ്റർ ദൂരെയാണ്, അവിടെ പോയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വരികയാണെങ്കിൽ നല്ല കാര്യമാണ്. അത് നമ്മളെ ഏരിയയിൽ അനുസരിച്ച് നിങ്ങൾക്ക് ഏരിയ എത്ര ആൾ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, എത്ര ഫാമിലീസ് ഉണ്ട്, അതനുസരിച്ച് നമ്മൾ മോഡൽ. ശരി, കൂത്തുപറമ്പുള്ള ഫാബ്രിക്കോന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. അപ്പോൾ ഇതിന്റെ ഓണർമാരെ ഒന്ന് പരിചയപ്പെടാം. എക്സ്പീരിയൻസ് എന്ന് പറയും, കാരണം എനിക്ക് ഒന്നുമില്ല, ഞാൻ ചേട്ടനോട് ചോദിച്ചില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. ചേട്ടൻ ഇത് ഫസ്റ്റ് സ്ഥാപനമാണ് ഇവിടെ? അല്ല, ഞങ്ങളിത് 2ാമത്തെ സ്റ്റോറാണ്. ഫസ്റ്റ് സ്ഥാപനം ചൊക്ലി പ്രൈം പ്ലസ് എന്ന സ്ഥാപനമാണുള്ളത്. അവിടുന്ന് എങ്ങനെയാ നമ്മളെ കസ്റ്റമേഴ്സൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കമ്പനിയാണ് കംപ്ലീറ്റ് ഓൺ ചെയ്യുന്നത്. ടെൻഷൻ ഫ്രീ ആണ്. അതെ. ഇപ്പോൾ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു 3-4 ഡിഫറെൻറ്റ് ബ്രാൻഡ് ഷൂ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള വരെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ ആദ്യം തുടങ്ങിയ ഫാബ്രിക്കോയിൽ ഞാൻ കൊടുത്ത ടൈമിൽ തന്നെ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. അത് അത്രയും പുതിയതാണ്. ഞാൻ എത്രയോ ആൾക്കാരെ ഞാൻ റെക്കമെൻഡും ചെയ്തിട്ടുണ്ട്. അതേ അവിടെ പോയിട്ട് അത് ചെയ്യണം കാര്യങ്ങളൊക്കെ തന്നെ. ചെറിയ ചിലവ്. അത് മാത്രമല്ല, ഞാൻ അത് ഇട്ടിട്ടാണ് ഞാൻ തിരിച്ച് ദുബായിലോട്ടേക്ക് പോയത്. അത് കണ്ടിട്ട് തന്നെ ഫ്രണ്ട്സും ടീംസും എല്ലാവരും പറഞ്ഞത് എങ്ങനെ ഏത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ ആ ഒരു ബ്രാഞ്ചസും ഈ ബ്രാൻഡിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. വി ഹാവ് 1 more മോഡൽ കൂടെ ഉണ്ട്, ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് മോഡൽ. അതിൽ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ബി ഫ്രാഞ്ചൈസി ഓണർ നിങ്ങളാണ്, ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളാണ്. ബട്ട് ഫ്രം ദ ഡേ 1 കമ്പനി വിൽ ബി ഓപ്പറേറ്റിംഗ് എല്ലാ പ്രൊസീജിയറും ഫ്രം A to Z. കമ്പനി ഒന്നും അറിയണ്ട. ഓണർ നിങ്ങളാണ്. മൊത്തം ചെയ്ത് നമ്മൾ ഏതാണ് അത് സിറ്റീസിലെല്ലാം നമുക്ക് ഈസി ആയിരിക്കും. മേജർ സിറ്റീസ് ലൈക്ക് ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ എല്ലാം. അത് ഒരു ഓണർ ഒരു ഇതിൽ എനിക്ക് ആ പ്രോഫിറ്റ് മാത്രം വാങ്ങിച്ചാൽ മതി. നിങ്ങൾ ആ ഡെയിലി മാൻ പവർ ഹെഡേക്ക് ഇല്ല, അതൊന്നും ഓപ്പറേഷൻ ഹെഡേക്ക് ഇല്ല. സുഖമായിട്ട് വയ്ക്കുക. നിങ്ങളെ ആപ്പ് എടുത്തിട്ട് നിങ്ങളെ എത്ര സെയിൽസ് വന്നു, ഒരു നാളെ നമ്മളെ സോഫ്റ്റ്വെയർ ഇല്ല, അത് നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടും. ആ മൊബൈൽ വെച്ചിട്ട് നിങ്ങൾ നോക്കുക, ഇത്ര ക്യാഷ് കളക്ഷൻ ഉണ്ട്, ഇത്ര സെയിൽസ് വന്നിട്ടുണ്ട്, ഇത്ര നമുക്ക് അത് വെച്ചിട്ട് സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടും. നിങ്ങൾ ഓൾ ഓവർ എവിടെ പോയി ലോകത്തിൽ ഏത് മൂലം ഇരുന്നാലും നിങ്ങൾ ഡെയിലി സെയിൽസ് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഡെയിലി ഓപ്പറേഷൻ ഹെഡേക്കിൽ യു വിൽ ബി ഫ്രീ.
അതാണ് അടുത്ത ഒരു മോഡൽ. ഇരിക്കുന്നത് നമ്മുടെ തലശ്ശേരി കൂത്തുപറമ്പുള്ള ഫാബ്രിക്കോ ലൈവ് സ്റ്റുഡിയോയിലാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും തന്നെ എൻ്റെ ഒരു വിശ്വാസം. കാരണം നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങണമെങ്കിൽ സുരേഷായിട്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.